തരൂരിനെതിരെ ഒരു നടപടിയും തൽക്കാലത്തേക്ക് വേണ്ട എന്ന് തന്നെയാണ് AICC നേതൃത്വത്തിന്റെ തീരുമാനം. തൽക്കാലത്തേക്ക് മിണ്ടണ്ട എന്നാണ് നേതാക്കളോട് AICC നേതൃത്വം ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്ന താക്കീതെന്ന് പറയുന്നത്. ഇന്ദിരാഗാന്ധിയെ പോലും അപമാനിച്ചിട്ടും നരേന്ദ്രമോദിയെ സ്ഥിരമായി പുകഴ്ത്തിക്കൊണ്ടിരുന്നിട്ടും എന്തുകൊണ്ടായിരിക്കാം ശശി തരൂരിനെതിരെ ദേശീയ നേതൃത്വം നടപടി സ്വീകരിക്കാത്തത്? അതൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. നമുക്ക് നൃപനോട് തിരുവനന്തപുരത്ത് നിന്ന് ആ ചോദ്യം ചോദിക്കാൻ നോക്കാം. നൃപൻ, ഗുഡ് മോർണിംഗ്. ഇത്രയും ദിവസം എത്രയോ വട്ടം ശശി തരൂർ നരേന്ദ്രമോദി എങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. ആ പുകഴ്ത്തൽ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാ പരിധിയും കടന്ന് ഇന്ദിരാഗാന്ധിയെ പോലും രൂക്ഷമായി വിമർശിക്കുന്ന രീതിയിലേക്ക് പോകുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് ഒരു നടപടിയും വേണ്ട എന്ന് ഹൈക്കമാൻഡ് പറയുന്നത്? തീർച്ചയായും ആദ്യം വെരി ഗുഡ് മോർണിംഗ് മനുവിനും പ്രിയപ്പെട്ട നമ്മുടെ കൈരളി പ്രേക്ഷകർക്ക്. മനു, ഈ കമൻറ്റുകൾ വായിക്കുന്നത് ഞാൻ കേൾക്കുകയായിരുന്നു. കട്ടൻ ചായയൊക്കെ കുടിച്ച് കൈരളിക്കൊപ്പം രാവിലെ വളരെ റിലാക്സായി പ്രേക്ഷകർ നമ്മുടെ വാർത്തകൾ കാണുന്നുണ്ട്. പക്ഷേ അതിനൊപ്പം തന്നെ നമ്മൾ അത്രയേറെ റിലാക്സ് ആണെന്ന് പറയാൻ പറ്റില്ല. വാർത്തകളുടെ ഒരു പ്രളയം തന്നെ വരാൻ പോവുകയാണ്. തിരുവനന്തപുരത്ത് ഇത് കഴിയുമ്പോൾ നിറച്ച് വാർത്തകൾ ഇന്നും ഉണ്ട്. യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സർവകലാശാലയ്ക്ക് VC-ക്കെതിരെയുള്ള VC-യുടെ ഏകപക്ഷീയ നടപടികൾ, ഗവർണറുടെ ഏകപക്ഷീയ നടപടികൾക്കെതിരെ SFIയുടെ പ്രക്ഷോഭം വലിയ തരത്തിലുള്ള പ്രക്ഷോഭത്തിലേക്ക് പോകുന്നു. ഇന്നും അതിൻ്റെയൊക്കെ പ്രതിഷേധം തലസ്ഥാനത്തുണ്ടാകും. ഒപ്പം തന്നെ BJP-യുടെ കേന്ദ്രമന്ത്രി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് തലസ്ഥാനത്തെത്തുന്നുണ്ട്. അങ്ങനെ വാർത്തയുടെ ഒരു പ്രളയം തന്നെ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് വാർത്തകൾ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവയ്ക്കാനുള്ള നിമിഷങ്ങളാണ് അടുത്ത മണിക്കൂറുകൾ. ശരത്ത് ക്ഷമിക്കണം, മനു ചോദിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് എന്ന് പറയുന്നത് ഇപ്പോൾ കേന്ദ്രത്തിലും കേരളത്തിലും കോൺഗ്രസ് രാഷ്ട്രീയത്തെ വലിയ തരത്തിൽ പിടിച്ചുലയ്ക്കുന്ന ഒരു വിവാദത്തിലേക്ക് പോകുന്നു. അത് ശശി തരൂരിൻ്റെ വിവാദമാണ്. അത് ഇന്ന് തുടങ്ങിയതല്ല, മനുവിന് അറിയാവുന്ന കാര്യമാണ്. നേരത്തെ തന്നെ തരൂർ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കോൺഗ്രസ് ലീഡർഷിപ്പുമായി തെറ്റിയിരുന്നു. പക്ഷേ പാർലമെൻറ്റിൽ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയാക്കാതെ തലസ്ഥാനത്ത് കോൺഗ്രസ് സംബന്ധിച്ച് മറ്റ് നിർവാഹമില്ലായിരുന്നു. VD സതീശൻ അടക്കം തരൂർ ഊതിവീർപ്പിച്ച ബലൂണാണെന്ന പ്രസ്താവന. തരൂർ കേരളത്തിൽ എത്തിയ ശേഷം സമുദായ നേതാക്കളുമായി ചർച്ച നടത്തുന്നു. അടുത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് കോൺഗ്രസ് പരിഗണിക്കുന്ന ജനകീയ നേതാവ് എന്ന തരത്തിൽ തരൂരാണ് അതിൻ്റെ വ്യക്തിത്വം എന്ന തരത്തിലേക്ക് ചില സമുദായ സംഘടനകൾ തന്നെ പരസ്യമായി നിലപാട് സ്വീകരിക്കുന്നത് ഘട്ടമുണ്ടാകുന്നത്. അത് പരമാവധി പ്രചരിപ്പിക്കാനുള്ള ശ്രമം തരൂർ ആ ഘട്ടത്തിൽ നടത്തിയിരുന്നു. ഇതിനൊക്കെ ഇടയിലാണ് തരൂർ കേരളത്തിൽ ലീഡർഷിപ്പില്ല, കേരളത്തിൽ ജനങ്ങൾക്ക് പ്രതീക്ഷയുള്ള കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പില്ല എന്നൊരു പ്രസ്താവന തരൂർ നടത്തിയത്. ഇതിനൊക്കെ ശേഷം തുടർച്ചയായി തരൂർ കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കുന്ന സമീപനം സ്വീകരിക്കുന്നു. ഈ ഇന്ത്യ പാക് അതിർത്തി സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് തരൂർ ഒരു പടി കൂടി കടന്ന് മോദിയെ പൂർണ്ണമായി അഭിനന്ദിക്കാനും ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ നയങ്ങളെ പരസ്യമായി വിമർശിക്കാനും തുനിഞ്ഞു തുടങ്ങിയത്. അതിനുശേഷം അദ്ദേഹം ലേഖനം എഴുതുന്നു. അടിയന്തരാവസ്ഥയെ സംബന്ധിച്ചിട്ടുള്ള ചരിത്രത്തിൽ ഇന്ദിരാഗാന്ധിക്കെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നു. ഇതിൻ്റെയൊക്കെ ഒരു തുടർച്ചയായി സംസ്ഥാനത്തും വലിയ തരത്തിലുള്ള അലയൊലികൾ ഉണ്ടായിട്ടുണ്ട്. മനു, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ സംസ്ഥാനത്തെ കോൺഗ്രസിനാണ് അത് വലിയ തരത്തിൽ നേരിട്ട് ബാധിക്കുക. കാരണം തിരുവനന്തപുരം ജില്ലയിലെ പാർലമെൻറ്റ് അംഗം കൂടിയാണ് ശശി തരൂർ. ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പും പാർലമെൻറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് നിൽക്കുന്നൊരു ഘട്ടത്തിൽ തരൂർ നിരന്തരം ഉണ്ടാക്കുന്ന പ്രകോപനങ്ങൾ കേരളത്തിൽ വലിയ തരത്തിൽ അലയൊലി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ഇതിന് മറുപടി പറയാൻ കഴിയുന്നില്ല. മുരളീധരൻ മാത്രമാണ് വളരെ വ്യക്തമായ നിലപാട്, തരൂരിനെതിരെ ശക്തമായ നിലപാട്. ആദ്യം തരൂർ ഏത് പാർട്ടിയിലാണെന്ന് ആദ്യം പ്രഖ്യാപിക്കട്ടെ, അതിനുശേഷമാണ് ബാക്കി കാര്യങ്ങളെന്ന് നിലപാട് സ്വീകരിച്ചത്. വിശ്വത്തെ നോക്കാൻ വിശ്വപൗരൻ വിശ്വത്തെ നോക്കട്ടെ. കേരളത്തിലെ കാര്യങ്ങൾ സാധാരണപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ, കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ദൈനംദിന പ്രവർത്തനം നടത്തുന്ന കോൺഗ്രസ് നേതാക്കൾ നോക്കിക്കൊള്ളാമെന്ന് മുരളീധരൻ ശക്തമായ നിലപാട് സ്വീകരിച്ചു. പക്ഷേ VD സതീശന് പോലും എല്ലാ കാര്യത്തിലും പ്രതികരിക്കുന്ന VD സതീശൻ കേരളത്തിലെ മാത്രമല്ല രാജ്യത്തെ മുഴുവൻ സംഭവങ്ങൾ, സൂര്യന് കീഴിലുള്ള മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ചും അഭിപ്രായം ചോദിച്ചാൽ പറയുന്ന VD സതീശന് തരൂരിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ മാത്രം ഇപ്പോൾ മിണ്ടാട്ടമില്ല. കാരണം തരൂരിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ ഒരു അലയൊലി ഏത് തരത്തിലായിരിക്കും ഉണ്ടാകുക, തരൂർ തിരിച്ചെങ്ങനെയാണ് പ്രതികരിക്കുക, ഹൈക്കമാൻഡ് എങ്ങനെയാണ് കാണുക എന്നതാണ് വലിയ പ്രശ്നമായി വന്നിട്ടുള്ളത്. ദേശീയ നേതൃത്വത്തെക്കാൾ കൂടുതൽ അസ്വസ്ഥത ഉണ്ടാകുന്നത് സംസ്ഥാനത്തെ നേതാക്കൾക്കാണ്. കാരണം BJP ഇത് പരമാവധി മുതലെടുക്കാനുള്ള ശ്രമം കേന്ദ്രത്തിലും കേരളത്തിലും എടുത്തു കഴിഞ്ഞു. തരൂര് എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നതും വളരെ നിർണായകമാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ അടിയന്തരമായി AICC നേതൃത്വം ഒരു നിലപാട് വ്യക്തത വരുത്തണമെന്ന് കഴിഞ്ഞ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ രമേശ് ചെന്നിത്തല പോലെയുള്ള നേതാക്കൾ ആവർത്തിച്ച് പറഞ്ഞത് അതുകൊണ്ടാണ്. പക്ഷേ ഒരു പിടുത്തവും കേരളത്തിലെ നേതാക്കൾ കിട്ടുന്നില്ല, ഒരു അഭിപ്രായവും
പറയാൻ കഴിയുന്നില്ല. തരൂര് രണ്ടും കൽപ്പിച്ചാണ് മുന്നോട്ട് പോകുന്നതെന്ന് AICC നേതൃത്വത്തിന് അറിയാം. അതുകൊണ്ട് അവഗണിച്ച് മുന്നോട്ട് പോകുക, ഇക്കാര്യത്തിൽ പ്രതികരിക്കാതിരിക്കുക. AICCയുടെ വക്താക്കളോട് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പരസ്യ പ്രതികരണം വേണ്ട, തരൂരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകാനാണ് നിർദ്ദേശം. പക്ഷേ തരൂർ ഇപ്പോൾ ലണ്ടനിലാണുള്ളത്. ഈ വരുന്ന 17-ാം തീയതി അദ്ദേഹം ദില്ലിയിലെത്തും. 19-ാം തീയതി കൊച്ചിയിൽ അദ്ദേഹത്തിന് ഒരു പരിപാടിയുണ്ട്. തരൂര് ഇന്ത്യയിലേക്ക് വന്നിറങ്ങുമ്പോൾ സ്വാഭാവികമായി ഇത്തരം കാര്യങ്ങൾക്ക് പ്രതികരണം നടത്താനുള്ള സാധ്യതയുണ്ട്. ആ പ്രതികരണങ്ങൾ ഏത് തരത്തിലായിരിക്കും, പ്രകോപനത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നതും ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. മനു, ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, പാർലമെൻറ്റ് സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് ഈ പ്രശ്നം പരിഹരിച്ചില്ല എങ്കിൽ തരൂരിൻ്റെ വിഷയം പാർലമെൻറ്റിൽ BJP ഇത് ഉയർത്തിക്കൊണ്ടുവന്നാൽ കോൺഗ്രസ് മറുപടി പറയേണ്ടി വരും. മാത്രമല്ല, ഈ പരസ്യമായി നടത്തുന്ന മോദി സ്തുതി പാർലമെൻറ്റിനകത്തും തരൂർ നടത്തുകയാണെങ്കിൽ അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്യും. മനു.